ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കാബോളിക്കടല കൊണ്ടൊന്ന് അഥവാ വെള്ളക്കടല കൊണ്ട് നമുക്കൊരു കിടിലൻ ഐറ്റംസ് ഉണ്ടാക്കിയാലോ. വളരെ സ്വാദിഷ്ടമായ ഒരു കിടിലൻ ഐറ്റംസ് തന്നെയാണിത്. ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലെ വെള്ളത്തിലെടുത്തിട്ട കാബോളിക്കടലാണ്. ഈ കാബോളിക്കടല, ഈ വെള്ളക്കടല ഉപയോഗിച്ച് നമുക്കൊരു കിടിലൻ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഈ കഴുകി വൃത്തിയാക്കി വെച്ച കാബോളിക്കടല നമ്മൾ ഈ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. കുക്കറിൽ കാബോളിക്കടലയുടെ ഏതാനും ഒരല്പം മുകളിലായിട്ട് വെള്ളമെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഫസ്റ്റ് വിസിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലായി സെറ്റ് ചെയ്ത് വെക്കാം. ഒരല്പം കുറച്ച് വെക്കാം. ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, മല്ലിയില, വെളുത്തുള്ളി, കോഴിമുട്ട, കുരുമുളക് പൊടി. ഏതാനും വിസിലുകൾക്ക് ശേഷം കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നമുക്ക് ഉപ്പിട്ട് വെക്കാം. പാകത്തിന് ഉപ്പിട്ട് വെക്കാം. ഇപ്പോൾ കാബോളിക്കടല നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്ക് ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം വെളിച്ചെണ്ണയിലൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. കാബോളിക്കടലിലുള്ള വെള്ളം നമുക്ക് വാർത്തെടുക്കണം. വെള്ളക്കടലിലുള്ള വെള്ളം നമുക്ക് വാർത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് വറവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളക്കടല അഥവാ കാബോളിക്കടല ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കണം. നന്നായി യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
അടുത്തതായി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 കോഴിമുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് മല്ലിയില ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെ സ്വാദിഷ്ടമാണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉപയോഗിക്കാം. ഇത് കഴിച്ചാൽ നമുക്ക് ഏറെ നേരം വിശപ്പില്ലാതെ നിൽക്കാനായി സഹായിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.